ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ പുലിവാല് പിടിച്ച ഒരു കേസുമായിട്ടാണ്. നമ്മുടെ RJ അഞ്ജലി വിവാദമില്ലേ, ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കളിയാക്കിയ കേസ്. അത് കേട്ടപ്പോൾ എന്തോ RJ അഞ്ജലിയോടുള്ള എല്ലാ റെസ്പെക്റ്റും പോയി. RJ അഞ്ജലി എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവരുടെ ഈ പ്രവൃത്തിയോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കെന്നല്ല, ആർക്കും കഴിയുന്നില്ല. ഇപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തായാലും നല്ല കാര്യം. പ്രാങ്ക് എന്ന പേരിൽ ഇങ്ങനെ കാണിക്കുന്ന പേക്കൂത്തുകളെ നമ്മൾ ആരും അംഗീകരിക്കാൻ പാടില്ല. കുറേ പ്രാങ്ക് എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്തു തോന്നിയ ദിവസം കാണിക്കാന്നാണോ പ്രാങ്കിന്റെ പേരിൽ? സമൂഹത്തിന്റെ മുന്നിൽ എന്താണ് ഇവര് കൊടുക്കുന്ന സന്ദേശം എന്തോന്ന്? ഇത് എത്ര പേര് കാണുന്നതാണ്? അഞ്ജലിയുടേതായ ഒരു മാന്യതയില്ലേ? മാന്യത വിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാമോ? അവരുടെ വീട്ടിലെ ആൾക്കാരും ഇത് കാണുന്നേല്ലേ? എന്നിട്ട് ആ പ്രാങ്ക് ചെയ്തിട്ട് കിടന്ന് ചിരിച്ചു മറിയുന്നത് കണ്ട എന്തോ ഒരു ആനക്കാര്യം ചെയ്ത മട്ട്. പക്ഷെ ആ മെഹന്തി ആർട്ടിസ്റ്റ് വിട്ടില്ല കേട്ടോ, കേസ് കൊടുത്ത്. ഇപ്പം പുള്ളിക്കാരത്തി തനിയെ വന്ന് മാപ്പ് പറഞ്ഞു. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്. നിങ്ങൾ പറ, എവിടേക്കായിരിക്കും മെഹന്തി ഇടുന്നത്? എൻ്റെ അറിവിൽ മെഹന്തി ഈ കയ്യിലിടാറുണ്ട്. ചിലപ്പോൾ കാലെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഇട്ട് കണ്ടിട്ടുണ്ട്. വേറെ എവിടേക്ക് ഇടും? മുഖത്തിടുവോ? ഇനി വേറെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇടുവോ? കൈക്ക് എത്ര? രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേണ്ട, ചീപ്പായിട്ട് കുറെ ഹിന്ദി സിനിമകളിൽ വന്നില്ലേ, കൊള്ളാം, നിനക്ക് പറ്റും. അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. കുണ്ടിയിലിട്ട് തരോ? അവള് മഹാപഴയാട്ടോ. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? എനിക്കെല്ലാം ഒരു വിചാരമുണ്ട്. ഇന്ത്യയിലും കയ്യിൽ പൈസ മേടിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം നിങ്ങൾ അടിമകളാണ്. ഓരോ മാരണങ്ങളെ വീട്ടിലേക്ക് പെണ്ണങ്ങൾ വിളിച്ചോറിയ കുൻസായ്മ. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല. ചിരിച്ചു മറിയുന്നുണ്ട്, എന്തോ ആനക്കാര്യം ചെയ്ത മട്ടാണ്. നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നു, വെറും പുഴു. അവര് ഫോൺ എടുത്ത് എറിഞ്ഞെന്തോ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിർത്തടി. ഇത്തരം തട്ടിപ്പോയാൽ നിനക്കൊക്കെ തമാശയായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. എന്തുവാടേ ഇത്? ഇതാണോ പ്രാങ്ക്? ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. എനിക്കും മൂപ്പൻ പറഞ്ഞതാണ് പറയാനുള്ളത്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. എന്ത് പോക്കൃത്തരാണ് ഈ വിളിച്ച് പറയുന്നത്? അഞ്ജലിക്ക് ഒരു മാന്യത ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ പോയോ? അഞ്ജലിയുടെ കൂടെ വേറൊരു ആളെ കൂടെ കിട്ടിയപ്പോൾ അഞ്ജലിയാണെന്ന കാര്യമേ മറന്നുപോയി. ഇത്ര ഒരാളെ വിളിച്ച് അപമാനിച്ചിട്ട് ഇത്രയ്ക്ക് ചിരിക്കാൻ എന്തോന്നാണ് ഇരിക്കുന്നത്? എന്തൊരു ചിരിയാണിത്, കൊലച്ചിരിയാ. വീട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഒരു നാണവും മാനവും ഇല്ലാതെ എല്ലാവർക്കും ഉള്ള അവയവം തന്നെ. ഇപ്പം തോന്നുന്നു അഞ്ജലി ചേച്ചി ടാറ്റു ചെയ്യും പോലെ ആയിരിക്കുമെന്ന്. എനിക്ക് മൂപ്പൻ പറഞ്ഞ അതേ അഭിപ്രായമാണ്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു അഞ്ജലി. വളരെ നല്ല ഇതായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തോടു കൂടി അഞ്ജലിയോടുള്ള എല്ലാ ഇഷ്ടവും പോയി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും പോയി. എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോണേ? അല്ലാതെ പ്രാങ്ക് ചെയ്യാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്.
ഇപ്പം കുറച്ച് ഓവറാവുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല അഞ്ജലി ഇപ്പം പ്രാങ്ക് ചെയ്യുന്നത്. പ്രാങ്ക് തന്നെ ഒരു വേണ്ടാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നാണം കെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെന്തായാലും കേസിന് പോയിരിക്കുകയല്ലേ. ഇനി അഞ്ജലിക്ക് അവിടെ ചെന്നിടന്ന് ചിരിക്കാം. കൊലച്ചിരിയല്ലേ ഇപ്പം ചിരിച്ചത്, അതുപോലെ അവിടെ പോയി കിടന്ന് ചിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മെഹന്തി ആർട്ടിസ്റ്റ് കേസ് കൊടുത്തതോടുകൂടി നമ്മളെ അഞ്ജലി മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞു. കേട്ടു നോക്കൂ. എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കും. അങ്ങനെ അവസാനം ക്ഷമാപണവുമായി നമ്മുടെ RJ അഞ്ജലി രംഗത്ത് വന്നിട്ടുണ്ട്. കേട്ടല്ലോ ഗെയ്സ്. ഇനി എന്താണോ ആവോ. എന്നാലും ക്ഷമ ചോദിച്ചെങ്കിലും ആ മെഹന്തി ആർട്ടിസ്റ്റിനോട് ക്ഷമ ചോദിച്ചില്ല.